വിമർശനങ്ങൾ അവർക്ക് തന്നെ പാരയാകുന്ന അല്ലെങ്കിൽ പണി കിട്ടുന്ന ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് എർദോഗൻ ഇവിടെ ഭീഷണി മുഴക്കുമ്പോൾ വലിയ രീതിയിൽ പ്രതിരോധ രംഗത്ത് കരുത്തുറ്റ ഒരു രാജ്യത്തോട് മല്ലടിക്കാൻ നിൽക്കുന്നത് അവർക്ക് വിഷമകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നതായിട്ടാണ് ഇവിടെ വിലയിരുത്തൽ പുറത്തു വരുന്നത്. ഇസ്രായേലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് തുർക്കി രംഗത്ത് വന്നത്. മാത്രമല്ല, പ്രതിരോധ വിദഗ്ധരുടെ മുന്നറിയിപ്പ് പ്രകാരം ഇത്തരത്തിൽ ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് എങ്കിൽ തുർക്കി ഇവിടെ ചാമ്പലാകും അല്ലെങ്കിൽ ചാരമാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ച അവിടെ പൂർണ്ണ പരാജയമായതോടുകൂടിയാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ തുർക്കി രംഗത്ത് വരുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാനും മടിക്കില്ല എന്ന് തുർക്കി ഇവിടെ ആഞ്ഞടിച്ചുകൊണ്ട്, അതായത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ആകട്ടെ ആഞ്ഞടിച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ലോകത്തെ ഹിറ്റ്ലർ ആണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നും രക്തം കൊണ്ട് അന്ധനാക്കിയ അല്ലെങ്കിൽ അന്ധനായി പോയ നേതാവാണ് എന്നും ഒരു കുറ്റപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. പാലസ്തീനും ലെബനനും എതിരെ ഇസ്രായേൽ ആക്രമണങ്ങൾ, അതായത് അതിലേക്കുള്ള അതിക്രമങ്ങൾ കാട്ടുന്നത് അത് വലിയ രീതിയിൽ വേണ്ടി വന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും പോലും എർദോഗൻ ഇവിടെ ഭീഷണി മുഴക്കുന്നു. ലിബിയയിലും അതേപോലെ തന്നെ മറ്റിടങ്ങളിലും ഇടപെട്ടതുപോലെ തന്നെ വലിയ രീതിയിൽ ലെബനോന്റെയും പാലസ്തീന്റെയും കാര്യത്തിൽ ഇടപെടേണ്ടി വരുമെന്നതായിരുന്നു ഇവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. പണ്ട് ലിബിയൻ സർക്കാരിനെ സഹായിക്കാൻ തുർക്കി ഡ്രോണുകളും ആയുധങ്ങൾ പോലും നൽകിയിരുന്നു. അതുപോലെ തന്നെ കരാബേക്കിലെ യുദ്ധത്തിൽ തുർക്കി അസർബൈജാന് ആയുധങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേലിനെതിരെ തുർക്കി ആകട്ടെ ഇത്തരത്തിൽ തിരിഞ്ഞാൽ തുർക്കി ഏത് നിമിഷം വേണമെങ്കിലും ചാരമാകാം എന്നതാണ് പ്രതിരോധ വിദഗ്ധർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലുമായി വലിയ രീതിയിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടാകാൻ, അത് നടത്താൻ തുർക്കിക്ക് ഒരിക്കലും ആകില്ല. എന്നാൽ അതായത് വലിയ രീതിയിൽ കുറച്ച് നാളുകളായി തന്നെ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിരീക്ഷണം ഇപ്പോൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഗാസ യുദ്ധത്തോടുകൂടി തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം പാടെ തന്നെ തകർന്ന് തരിപ്പണമാവുകയാണ് ഉണ്ടായത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ രക്ഷകനാകാൻ ശ്രമിക്കുന്ന തുർക്കി ഇസ്ലാമിക രാജ്യങ്ങളുടെ മുഴുവൻ രക്ഷകനായി തന്നെ അവതരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ എർദോഗൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതം മാത്രം നോക്കി കാര്യങ്ങൾ നടത്തുന്ന നേതാവാണ് എർദോഗൻ. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ എല്ലാവിധ സഹായങ്ങളും നൽകിയ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആയുധം നൽകി സഹായിക്കുകയായിരുന്നു തുർക്കി അന്ന് ചെയ്തത്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും വലിയ രീതിയിൽ തുർക്കിയുടെ ഒരു സാന്നിധ്യം അവിടെ അറിയാൻ സാധിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് അവിടെ തുർക്കിയുടെ വലിയ നിലവാരമുള്ള ഡ്രോണുകളായിരുന്നു. ഇസ്ലാമിക രാജ്യത്തിന്റെ ആ ഒരു വില ഐക്യമുന്നണി കെട്ടിപ്പടുത്തുകൊണ്ട് അതിനെ നേതാവാകാൻ ശ്രമിക്കുകയാണ് എർദോഗൻ എന്ന ഒരു ആക്ഷേപം പുറത്തു വരുന്നുണ്ട്. എർദോഗൻ ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഇവിടെ കണക്ക് കൂട്ടപ്പെടുന്നത്. ഇതിനെല്ലാം ഒടുവിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തുർക്കി ഇനിയും ഇസ്രായേലിന് നേരെ പ്രകോപനകരമായ പരാമർശങ്ങൾ നടത്തുകയാണെങ്കിൽ തുർക്കിക്ക് അത് വലിയ വിനയായി മാറുമെന്നും തുർക്കി ചുട്ട് ചാമ്പലാകും അല്ലെങ്കിൽ അവർ ചാരമാകുമെന്നൊരു മുന്നറിയിപ്പ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.